പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2016 മുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി രണ്ട് ടേമിൽ തുടർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ 2026 മാർച്ച് മാസത്തിൽ നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിപ്പിക്കാൻ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിരിക്കുന്നു. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശ്രീമാൻ പിണറായി വിജയൻ ആയിരിക്കും എന്ന് തീരുമാനമായിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വിധി പ്രഖ്യാപിക്കാൻ പിണറായി വിജയനെ വിട്ടുതന്നതിൽ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിരുദ്ധ വികാരം അതാണല്ലോ ഇപ്പോൾ ഏറ്റവും നിറഞ്ഞ് വിങ്ങി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. ഒരു പിണറായി വിരുദ്ധ വികാരമാണ്. ആ പിണറായി വിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല പൊട്ടിമുളച്ച് വന്നത് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഉയർന്നു നിന്ന വികാരം പിണറായി വിരുദ്ധ വികാരമായി. യഥാർത്ഥത്തിൽ ആ പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ തേരിലേറിയാണ് 2024 UDF 19 സീറ്റിലേക്ക് കുതിച്ചത് എന്ന് നമുക്ക് 18 സീറ്റിലേക്ക് കുതിച്ചത് എന്ന് നമുക്കറിയാം. ആകെ ഒരു സീറ്റാണ് CPM-ന് കിട്ടിയത്. 2021 2026 ഇടയിൽ നടന്ന ഏതാണ്ട് 4-5 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം തോറ്റു എന്നുള്ളത് നമുക്കറിയാം. അവിടെയൊക്കെ തന്നെ മുന്തി നിന്ന വികാരം പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിൻ്റെ ഭരണരീതികളെക്കുറിച്ചിട്ടും അയാളുടെ ജനവിരുദ്ധ പാർട്ടി വിരുദ്ധ നിലപാടുകളെക്കുറിച്ചിട്ടുമുള്ള ജനങ്ങളുടെ മനസ്സിലെ വികാരമായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഡിസംബർ 9-11 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ശബരിമലയൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ, അത് പാർട്ടി അണികളായിക്കോട്ടെ പാർട്ടി അണികളല്ലാത്തവരായിക്കോട്ടെ CPM-കാരായിക്കോട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു നിന്ന ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരമായി. CPM വിജയിക്കുമെന്ന് കരുതിയിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും തോൽക്കുകയാണ് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷവും 1-2 മാസക്കാലത്തെ സർക്കാരിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഡിസംബറിൽ ഉണ്ടായിരുന്ന പിണറായി വിരുദ്ധ വികാരത്തെക്കാൾ 10 മടങ്ങ് വികാരം പിണറായി വിജയൻ്റെ ഓരോ നടപടികൾക്കും എതിരായി ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് നമുക്കിപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ UDF-ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വികാരമാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ വെറുപ്പും അറപ്പുമുള്ള ഒരു നേതാവിനെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കാൻ CPM തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിൽ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ ഏറ്റവും കൂടുതൽ നന്ദിയും ബഹുമാനവും ഉണ്ടാവേണ്ടത് UDF-നാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിൽ ആകപ്പാടെ ഭരണമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ബംഗാളിൽ 2011 ഭരണം പോയി. ത്രിപുരയിലും ഏതാണ്ട് ആ സമയത്ത് ഭരണം പോയി. അതിനുശേഷം ഏതാണ്ട് ബംഗാളിൽ ത്രിപുരയിലൊക്കെ ഏതാണ്ട് 9 തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് ബംഗാളിൽ കൃത്യമായി. ത്രിപുരയിൽ എനിക്ക് ഓർമ്മയില്ല. ഈ 9 തെരഞ്ഞെടുപ്പുകൾ ബംഗാളിൽ നടന്നിട്ടും ബംഗാളിൽ ഇന്ന് CPM-ന് ഒരു MLA പോലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അവിടെ 5 തവണ അധികാരത്തിലിരുന്ന സംസ്ഥാനമാണെന്ന് ഓർക്കണം. 5 തവണയും 50% വോട്ട് നേടി അധികാരത്തിൽ വന്ന പശ്ചിമ ബംഗാളിൽ ഇന്ന് CPM-ന് ഒരു MLA പോലുമില്ല.
ത്രിപുരയിലും സ്ഥിതി അതാണ്. ത്രിപുരയിലും ത്രിപുരയിലും ബംഗാളിലും ഈ പാർട്ടി തീർത്തും അപ്രത്യക്ഷമായിരിക്കുന്നു, അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മാത്രമാണ് CPM അധികാരമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നത് നിർണായകമാണ് എന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ CPM നോക്കേണ്ടത്. ജയിക്കാൻ വേണ്ടി CPM നോക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം, ജനങ്ങൾക്ക് അറപ്പും വെറുപ്പുമുള്ള സ്ഥാനാർത്ഥികളെ മാറ്റണം, അവരെത്ര ഉന്നതരാണെങ്കിലും മാറ്റണം. കാരണം ജയസാധ്യതയാണല്ലോ വലുത്. CPM സംബന്ധിച്ചിടത്തോളം CPM നേതാവല്ലല്ലോ വലുത്, പാർട്ടിയല്ലേ വലുത്. പാർട്ടി അധികാരത്തിൽ വരിക എന്നുള്ളതല്ലേ പ്രധാനം. സ്വാഭാവികമായി അങ്ങനെ വരുമ്പോൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തി വേണ്ട തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകാൻ. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നേതാക്കന്മാർ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല. ഒരു 3-4 നേതാക്കന്മാരെങ്കിലും താരതമ്യേന ജനങ്ങളുടെ വലിയ വിമർശനം ഏൽക്കാത്തവർ കേരളത്തിലുണ്ട്. അവരെ എല്ലാവരെയും മാറ്റി കേരളത്തിലെ ജനങ്ങളും പാർട്ടി അണികളും ഉൾപ്പെടെയുള്ളവർ ഏറ്റവും വെറുക്കുന്ന, അധികാരഭ്രഷ്ടനാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളുടെ നേതൃത്വം തന്നെ CPM പോളിറ്റ് ബ്യൂറോ ആവർത്തിച്ച് അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് UDF കാരല്ലേ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊടുന്നനെ പിണറായി വിജയനെ മാറ്റി വേറെ ആരെങ്കിലും കൊണ്ട് ഇപ്പോൾ KK ശൈലജയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ UDF നിരായുധരായി പോയനെ. കാരണം ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന ആൾ പിണറായിയാണ്. പിണറായി മാറുമ്പോൾ തന്നെ പരാജയ സാധ്യത വളരെയധികം കുറയുകയാണ്. എൽ ഡി എഫിൻ്റെ വിജയസാധ്യത കൂടുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ത്രാണി, ഇത് മനസ്സിലാക്കാനുള്ള ശക്തി, ഇത് മനസ്സിലാക്കാനുള്ള ആർജവം CPM പോളിറ്റ് ബ്യൂറോയ്ക്കില്ല എന്നതല്ലേ ഇപ്പോൾ ഇതിനകത്തൂടെ തെളിഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. 2024 മുതൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടിക്ക് ഏറ്റവും പ്രധാന കാരണം പിണറായി വിരുദ്ധ വികാരമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് പരാജയത്തെ തുടർന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെതിരായിട്ടാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. 2019 മുതൽ തോൽവിയാണ്. 2021 കോവിഡും കിറ്റും പെൻഷനും കൊണ്ട് ജയിച്ചു. 2021 ശേഷം ചേലക്കര മാത്രം ജയിച്ചു, ബാക്കി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. BJP ഒരു സീറ്റിലേക്ക് വളർന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തോറ്റു. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിന് ട്രാക്ക് റെക്കോർഡ് പരാജയങ്ങൾക്ക് പുറകെ പരാജയമാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയില്ലായിരുന്നു വേണ്ടിയിരുന്നത്. നമുക്കറിയാമല്ലോ 2004 തെരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-19 സീറ്റ് കിട്ടിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി മാറിയ ചരിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. എന്നാൽ 2021 ശേഷം പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ പിണറായി വിജയനെ മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, അയാളെ തന്നെ, ആ നേതാവിനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ അത് തന്നെയാണ് UDF ഏറ്റവും വലിയ വിജയ കാരണമായി മാറാൻ പോകുന്നത് എന്നവരുടെ പണി ഏതാണ്ടൊരു പകുതി മുക്കാലും കുറഞ്ഞിരിക്കുന്നു. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു നേതാവിനെ അടുത്ത തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ CPM ഐക്യകണ്ഠേന തീരുമാനിക്കുന്നു. അപ്പോൾ ഇത് UDF സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടമാണ്. CPM സംബന്ധിച്ചിടത്തോളം CPM എത്രമാത്രം തകർന്നിരിക്കുന്നു, എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു, എത്രമാത്രം തകർച്ചയുടെ പടുകുഴിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പിണറായി വിജയൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം. അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പിണറായി വിജയനെ ജനവിധിക്കായി എറിഞ്ഞു തന്ന, ജനവിധിക്കായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തന്ന CPM പോളിറ്റ് ബ്യൂറോയോട് കേരളത്തിലെ ജനങ്ങൾ, പാർട്ടി അണികൾ ഉൾപ്പെടെ ഒന്നാകെയുള്ള ജനങ്ങൾ, അവർക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്.